മലപ്പുറം മഞ്ചേരിയിൽ വായ്പാ കുടിശ്ശികയുടെ പേരിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർ കുടുംബത്തെ ആക്രമിച്ചതായി പരാതിയുണ്ട്. വായ്പാറപ്പടി സ്വദേശിയായിട്ടുള്ള അസദുദ്ദീനും കുടുംബത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വീട്ടിൽ കയറി വന്ന് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. കുടുംബം ഇപ്പോൾ പരിക്കേറ്റ ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിട്ടുമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അസദുദ്ദീൻ തന്നെ മീഡിയ മണ്ഡപം ചെയ്തതാണ്. എന്താണ് സംഭവിച്ചത്? മണപ്പുറം ഫൈനാൻസിൽ നിന്ന് ഒരു 4 ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു. അതിപ്പോൾ 2.5 വർഷമായിട്ട് കണ്ടിന്യൂ ആയിട്ട് അടക്കുന്നുണ്ട്. പിന്നെ അതിലൊരു 2 മാസം ഇപ്പോൾ അടുത്ത 2 മാസം മാത്രമാണ് ലോണ് തെറ്റിയിട്ടുള്ളത്. അത് ഒരു മാസത്തിനുള്ളിൽ അടക്കാം, ഒരു 10 ദിവസത്തിനുള്ളിൽ 1 മാസത്തെ അടക്കാം, പിന്നെ ബാക്കി അടക്കാമെന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നുമല്ല. അപ്പോൾ ഇപ്പോൾ ഈ ടൈമിൽ തന്നെ പൈസ വേണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഉണ്ടാക്കിയത്, ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എപ്പോഴാണ് അവർ വീട്ടിൽ? 12 ഏകദേശം 12 മണി കഴിഞ്ഞിട്ടുണ്ടാവും, 12 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴാണത് സംഭവിച്ചത്. 2 പേര് വന്ന് പണം ഇപ്പോൾ കിട്ടണം, അല്ലാന്നുണ്ടെങ്കിൽ ഭാര്യൻ്റെ അല്ലെങ്കിൽ ആരെങ്കിലും സ്വർണ്ണം ഉണ്ടെങ്കിൽ അത് വിൽക്കുക, അല്ലെങ്കിൽ പണം വയ്ക്കുക, എന്തെങ്കിലും ചെയ്തുകൊണ്ട് പൈസ ഇപ്പോൾ കിട്ടണം, അല്ലാതെ പോകില്ല എന്നില്ല. അതിൽ അപ്പോൾ നമ്മളെടുത്ത് കൊടുക്കാനിപ്പോൾ ഒന്ന് പൈസ ഇല്ലേനും സ്വർണ്ണമല്ല. അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥയിലായിരുന്നു. പിന്നെ അത് അങ്ങോട്ടും പറഞ്ഞ് എന്തിനാണ് ഇവൻ കടയിൽ നിന്ന് വരുമായിരുന്നു. മോന് വരുന്ന വരവിൽ ആള് മാറി എന്താണെന്നറിയില്ല, അവര് ഇവനെയാണ് അടിച്ചത്. ഇവന് കടയിൽ നിൽക്കുന്ന ഹെൽമെറ്റും കൊണ്ടാണ് അടിച്ചത്. അതായത് എന്ത് പറഞ്ഞിട്ടാണ് അവർ ആക്രമിച്ചത്? നേരെ വന്നിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വരികയായിരുന്നു ഷോപ്പിൽ നിന്ന്. അപ്പൊ നേരെ വന്നാണ്ട് പിന്നെ കാണലും അടിക്കലും ഒപ്പമായിരുന്നു. നേരിട്ട് ഇവന്റെ ജ്യേഷ്ഠന്റെ പേരിലാണ് ലോണ്. ഇനിയിപ്പോ എന്താണെന്ന് കറക്റ്റ് അറിയില്ല. ഇവനെയാണ് അതായത് അപ്പൊ ഞാൻ തന്നെയാണ് ആ പൈസ ഉപയോഗിച്ചിരുന്നത്. ഞാനാണ് ഇവന്റെ ജ്യേഷ്ഠന്റെ പേരിലാണെങ്കിലും പൈസ ഞാനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവര് വീടിന്റെ ഉള്ളില് കയറിയിരുന്നു. പിന്നെ സ്റ്റെപ്പ് വരെ ഇങ്ങനെ കയറി, കൊലായിന്റെ അതുവരെ കയറി. പിന്നെ മൂക്കിന് പറ്റി കാക്കാക്ക് ഇവര് ഹെൽമെറ്റും കൊണ്ട് ഇങ്ങോട്ട് വരല്ലേ. ഒരാളാണ് ഹെൽമെറ്റും കൊണ്ടുവന്നത്. അപ്പോ മൂക്കിന്റെ ഇതിലോ എന്റെ കൈയിന്റെ ഇതിലൊക്കെ വന്നു. എന്റെ കയ്യിന് ഇവിടെ ഒരു പൊട്ടുണ്ട്, കാക്കാക്ക് മൂക്കിന് ഉള്ളിൽ പൊട്ടുണ്ട്. അപ്പോഴേക്കും മോനെടുത്തിയാ, മോൻ ഇല്ലായിരുന്നു, മോൻ കടയിൽ നിന്ന് വന്നതായിരുന്നു. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് എടുത്തിയാടി തലക്ക് പൊട്ടി, സ്റ്റിച്ചുണ്ട്, 6 സ്റ്റിച്ചുണ്ട് തലക്ക്. ഞങ്ങൾ അടക്കാന്ന് പറയുന്നത് ഞങ്ങളിപ്പോ 2 മാസമുള്ളൂ അടക്കാൻ വൈകിയത്, അല്ല ഞങ്ങൾ കറക്റ്റ് അടക്കണതാണ്. പിന്നെ ഇപ്പൊ ഞങ്ങളിങ്ങനെ ഇതിലാണ്. പിന്നെ ബാപ്പ സുഖമില്ലാത്ത ഹോസ്പിറ്റലിൽ ഇന്നും ബാപ്പ സീരിയസ് ആയിട്ട് കിടപ്പാണ്. പിന്നെ ഞങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങളായിട്ട് 2 മാസത്തെ ഞങ്ങൾക്ക് അടക്കാൻ പറ്റാത്തത്. അതുവരെ ഞങ്ങൾ കറക്റ്റ് അടച്ചു പോണതാ. 9,600 രൂപ ഞങ്ങൾ കറക്റ്റ് അടക്കണതാ. പക്ഷെ ഇപ്പൊ 2 മാസം ഞങ്ങൾക്ക് പറ്റിയില്ല. അത് അടക്കാന്ന് ഇവരടുത്ത് പറയുന്നുണ്ട്. പക്ഷെ ഇവർക്ക് സമയമല്ല. ഇവർക്ക് അപ്പൊ തന്നെ സ്വർണ്ണം വെച്ചിട്ടോ എന്തെങ്കിലും ചെയ്തിട്ട് ഇപ്പൊ തന്നെ പൈസ വേണമെന്നുള്ളതാ ഒരു കാര്യം. നമ്മൾ പിന്നെ അടക്കാന്ന് അവരോട് പറഞ്ഞിരുന്നു. അല്ല, ഡേറ്റ് ഒന്നും അതിന്റെ മുന്നേ ഇത് കച്ചറ നടന്നില്ല. എന്തൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ഡേറ്റ് പറയാനൊന്നും കഴിഞ്ഞിട്ടില്ല. ഇന്ന ഡേറ്റിൽ അടക്കാമെന്നോ അതൊന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ മുന്നേ അവർക്ക് ഇപ്പൊ ഇന്ന് കിട്ടണം എന്നുള്ളതായി. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളോട് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും തരണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും ചെയ്യാം. പക്ഷെ അതല്ല. ഇതിനകത്ത് ഇപ്പം നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടോ? പരാതി കൊടുത്തിട്ടുണ്ട്, പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇവിടെ അഡ്മിറ്റ് ആണ് മഞ്ചേരിയിലെ? അഡ്മിറ്റാണ്. ഏതായാലും ഈ പണം നൽകുന്നതിൽ 1 മാസം പണം നൽകിയതുമായി ബന്ധപ്പെട്ട് ഒരല്പം വൈകിയതിനാണ് ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം ഈ കുടുംബത്തിന് ഏൽക്കേണ്ടി വന്നിട്ടുള്ളതെന്നാണ് അവർ പറയുന്നത്. അത് പണം ഇപ്പോൾ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ഒരല്പം വൈകിപ്പോയതാണ്, പിന്നീട് തരാമെന്ന് അറിയിച്ചെങ്കിലും അത് ഇന്ന് തന്നെ വേണമെന്ന് നിർബന്ധം പിടിച്ചുകൊണ്ട് വീട്ടിൽ കയറി ഇവർ ആക്രമിക്കുമായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. ഏതായാലും സംഭവത്തിൽ കുടുംബം ഇപ്പോൾ മഞ്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല അവരിപ്പോൾ ഈ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയുമാണ്. അനുരൂപിച്ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.